പരിണയം. അതേസമയം വല്ലാത്തൊരു ഭാവത്തിൽ തങ്ങൾക്കടുത്തേക്ക് നടന്നു വരുന്ന ആരോഹിയെ ഗായത്രിക്കും അർജുനും കാണിച്ചു കൊടുത്തത് ആവണിയാണ്. ഗായത്രി അല്പനേരം ആരോഹിയെ സൂക്ഷിച്ചു നോക്കി. അവളുടെ ആ വരവ് അത്ര പന്തിയല്ലല്ലോ. നീ പുതുതായി വല്ല പണിയും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ അർജുൻ? ഗായത്രി അമർഷത്തോടെ ശബ്ദം അടക്കി പിടിച്ചുകൊണ്ട് അർജുനോട് ചോദിച്ചു. ഗായത്രിയുടെ ആ ചോദ്യത്തിൽ അർജുൻ ഒന്ന് പരിങ്ങിയെങ്കിലും അവൻ പ്രത്യേകിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല. അതീവ ദേഷ്യത്തോടെ ആരോഹി ഗായത്രിക്ക് മുമ്പിൽ വന്നു. നോക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അത് മുത്തച്ഛനോടാവാം, അല്ലാതെ എന്റെ അമ്മയോട് വേണ്ട. ആരോഹി പറഞ്ഞു തുടങ്ങിയ മാത്രമേ തന്നെ കാര്യം മനസ്സിലാവാതെ ഗായത്രി അവളെ നോക്കി. അല്പനേരത്തിനകം തന്നെ അവർക്ക് കാര്യം പിടികിട്ടി. മറ്റൊന്നുമല്ല, വസ്തുയോട് താൻ പറഞ്ഞതിന്റെ ബാക്കി ചോദിക്കാൻ വന്നിരിക്കുകയാണിവൾ. ഗായത്രി ഒരു പുച്ഛത്തോടെ ആരോഹിയെ നോക്കി. മുത്തശ്ശൻ ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. മുത്തശ്ശൻ പോകാൻ സമ്മതം തന്നാൽ ഏത് നിമിഷം വേണമെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് പോകും. ഇനി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് എന്റെ അമ്മയെ വേദനിപ്പിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾ കാണാൻ പോകുന്നത് എന്റെ മറ്റൊരു മുഖമായിരിക്കും. ആരോഹി അത്രയും പറയുമ്പോൾ ആവണി ഗായത്രിയെയും അർജുനെയും മാറി മാറി നോക്കി. അവരിരുവരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ആവണിക്ക് പിന്നെയും ദേഷ്യം കൂടി. അമ്മയും ഏട്ടനും എന്തിനാണ് ഈ പീറ പെണ്ണിന്റെ വാക്കും കേട്ട് പേടിച്ചു നിൽക്കുന്നത്? നീ ആരെയാ വെല്ലുവിളിക്കാൻ നോക്കുന്നതെന്നറിയാമോ? എന്റെ അമ്മ കഴിഞ്ഞിട്ടുള്ള സ്ഥാനമേ ഉള്ളൂ ഈ വീട്ടിൽ നിനക്കും നിന്റെ അമ്മയ്ക്കുമല്ല. ആവണിയുടെ വാക്കുകൾ മുഖവിലേക്ക് പോലും എടുക്കാതെ ആരോഹിയുടെ നോട്ടം വീണ്ടും ഗായത്രിയിലേക്ക് നീണ്ടു. നോക്ക്, സമയം കിട്ടുമ്പോ മോളെ മോനിയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാവും നിങ്ങൾക്ക് ഉചിതം. മക്കളുടെ മുമ്പിൽ വെച്ചുള്ള ആരോഹിയുടെ വീമ്പ് പറച്ചിൽ ഗായത്രിയെ ചോടിപ്പിച്ചു. എടി, നീ ആരോടാ കിടന്ന് ചാടുന്നത്? കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. ഗായത്രി പറഞ്ഞു തുടങ്ങിയ മാത്രമേ തന്നെ ആരോഹി അവരെ കൈയുയർത്തി തടഞ്ഞു. ആരോഹി, എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാനോ ചോദിക്കാനോ ഇല്ല. നിങ്ങൾ എന്റെ അമ്മയോട് പറഞ്ഞതിന് പകരമായി അമ്മയോട് മാപ്പ് ചോദിച്ചേ പറ്റൂ. ആഹാ, അത് കൊള്ളാലോ. എന്റെ അമ്മയോട് മാപ്പ് ചോദിപ്പിക്കാൻ വേണ്ടി വന്നതാണോ നീ? എങ്കിൽ പിന്നെ വന്ന വഴി മറക്കാതെ വേഗം വിട്ടോ. എന്റെ അമ്മയോട് മാപ്പ്, അതും ഞാന്. അതും കൂടി കേട്ടതോടെ ആവണിക്ക് ദേഷ്യം കൂടി. ഈ വീട്ടിൽ വന്ന് അട്ടിപ്പേറ് കിടക്കുന്നതും പോരാ, ഇനി നിന്റെ അമ്മയോട് എന്റെ അമ്മ മാപ്പ് പറയണോ? മാപ്പ് പറഞ്ഞാല് നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾ ആറ്റുനൂറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഈ നിൽക്കുന്ന നിങ്ങളുടെ മോന്റെ കല്യാണം, അത് നടക്കാൻ പോകുന്നില്ല. യാതൊരു കൂസലുമില്ലാതെ കയ്യും കെട്ടിക്കൊണ്ട് നിന്ന് സിമ്പിളായിട്ടാണ് ആരോഹി പറയുന്നത്. പെട്ടെന്ന് ഗായത്രിയുടെ മുഖത്ത് ഒരു പരിഭ്രാന്തി. അത് കണ്ടതും ആവണി അവരെ കയ്യിൽ തട്ടി സമാധാനിപ്പിച്ചു. അമ്മ എന്തിനാണ് ഈ പീറപ്പെണ്ണിന്റെ വാക്കും കേട്ട് പേടിക്കാൻ നിൽക്കുന്നേ? അവൾ അങ്ങനെ വായി തോന്നി ഓരോന്നൊക്കെ വിളിച്ചു പറയും. അത് കേട്ട് നമ്മൾ വെറുതെ ടെൻഷനൊന്നും ആവണ്ട. പക്ഷെ ഗായത്രിക്ക് അറിയാം ആരോഹിയെ, പ്രത്യേകിച്ച് ഒന്നും മുന്നിൽ കാണാതെ അങ്ങനെ ഇങ്ങനെയൊന്നും അവളൊന്നും പറയാറില്ല. ഗായത്രി അല്പം കൂടി മുന്നോട്ട് വന്ന് ആരോഹിക്ക് തൊട്ടടുത്ത് നിന്നു. നിന്റെ ഉദ്ദേശം എന്താ? നിന്നെ എന്റെ മകൻ റിജക്ട് ചെയ്തതിന്റെ പേരിൽ അവനോട് പ്രതികാരം ചെയ്ത് അവന് വന്നിരിക്കുന്ന നല്ലൊരു വിവാഹ ജീവിതം തട്ടിത്തെറിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം? തൽക്കാലം എനിക്കങ്ങനെ യാതൊരു ഉദ്ദേശവുമില്ല. നിങ്ങൾ എന്റെ അമ്മയോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം മതി. അത്രയും തറപ്പിച്ച് ആരോഗ്യ ഭീഷണിയുടെ മേമ്പൊടിയോടുകൂടി സംസാരിച്ചപ്പോ ഗായത്രിക്ക് മനസ്സിലായി എന്തോ കാര്യമായി അവളുടെ പക്കൽ ഉണ്ടെന്ന്. ആരോഹി, നോക്ക്, ഞങ്ങൾ നിന്നോട് ഒരു പ്രശ്നത്തിനും വന്നില്ല. പിന്നെ നിന്റെ അമ്മയോടങ്ങനെ പറഞ്ഞത് അതിലെനിക്ക് യാതൊരു തെറ്റും തോന്നുന്നില്ല. അവൾക്ക് സ്വന്തമായി ഒരു വീടുണ്ടായിട്ടും ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു. അല്ലാതെ അതിന്റെ പേരില് ഇനി മാപ്പ് ചോദിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഗായത്രി പറഞ്ഞു നിർത്തിയതും ആരോഹി കയ്യിലിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് ഗ്യാലറി കിടന്ന വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് ഫോൺ ഗായത്രിക്ക് അഭിമുഖമായി പിടിച്ചു. ഷോപ്പിംഗ് മാളിൽ വെച്ച് അർജുൻ ഒരു പെൺകുട്ടിയെ ചുംബിക്കുന്ന രംഗമാണ്. ആ സമയത്ത് കണ്ടപ്പോ എന്തോ അത് അവരുടെ പ്രൈവസിയാണെന്ന് അറിയാമായിരുന്നിട്ട് പോലും വീഡിയോ എടുത്ത് സൂക്ഷിക്കാൻ തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, എപ്പോഴെങ്കിലും ആവശ്യം വരുമെന്ന് ആരോഹിക്ക് തന്നെ അറിയാമായിരുന്നു. വീഡിയോയിൽ വെളിവായ അർജുന്റെ മുഖത്തിന്റെ പാതിയും ഒപ്പം മറ്റേതോ പെണ്ണിനെയും കണ്ടതോടെ ആവണി മുഖം തിരിച്ചു. ഗായത്രിയാണെങ്കിൽ കാണാൻ പാടില്ലാത്തത് എന്തോ കണ്ട ഭാവത്തിൽ കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. ശേഷം അതീവ ദേഷ്യത്തോടെ അർജുന്റെ നേർക്ക് നോക്കി. അർജുനാണെങ്കിൽ ആരോഹിയെ കൊല്ലാനുള്ള കലിയോടെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞ ആരോഹിയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങാൻ അർജുൻ ശ്രമിച്ചതോടെ ആരോഗ്യ ഫോൺ അവളുടെ കൈപ്പടിയിൽ ഒതുക്കി.
നോക്കർജുൻ, ഇതിന്റെ കോപ്പികൾ ഞാൻ പല സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഫോൺ അപഹരിച്ചോ അല്ലെങ്കിൽ അതിന്റെ കയ്യിൽ നിന്ന് ഞാൻ അറിയാതെ തട്ടിയെടുത്തോ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ വിചാരിക്കുന്നതിലും വേഗം ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ സ്പ്രെഡാകും. കല്യാണം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുമല്ലേ നീ? പിന്നെന്താ സംഭവിക്കുകയെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. ആരോഹി ഭീഷണിയുടെ സ്വരത്തിൽ അർജുനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് അമ്മയും മോനും അഹങ്കരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം. അറ്റ്ലീസ്റ്റ് ആരോടാണ് അഹങ്കാരം കാണിക്കുന്നതെന്ന ഓർമ്മയെങ്കിലും വേണം. മര്യാദയ്ക്ക് ഇന്ന് വൈകുന്നേരം ഡിന്നറിന്റെ നേരത്ത് എല്ലാവരും ഡൈനിങ് ഹാളിൽ വരുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എൻ്റെ അമ്മയോട് മാപ്പ് പറയണം. ആരോഹി പറഞ്ഞതും ഗായത്രി അടികൊണ്ടതുപോലെ നിൽക്കുകയാണ്. അതല്ല, മാപ്പ് പറയില്ലെന്നാണ് നിങ്ങളുടെ ഭാഗമെങ്കിൽ അർജുൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അവൾക്ക് ഞാനിത് അയച്ചു കൊടുക്കും. മാത്രമല്ല, എനിക്ക് അവളോട് മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം ഞാനും പറയും. ഗായത്രിയുടെ തോൽവി പൂർണ്ണമായി. അവർ അമർഷത്തോടെ അർജുനെ നോക്കി പല്ല് ഞെരിച്ചു. പല്ല് കടിച്ചു പൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പച്ചി. വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ സൂക്ഷിച്ചും കണ്ടുവേണോ ഉപയോഗിക്കാൻ. താക്കീതുപോലെ ആരോഗ്യ പറഞ്ഞു. അപ്പൊ എങ്ങനെ അപ്പച്ചി വൈകിട്ട് ഡൈനിങ് ഹാളിൽ വെച്ച് മാപ്പൂറിയല്ലേ? ഗായത്രി ദേഷ്യത്തോടെ മുഖം തിരിച്ചതും ആരോഗ്യ ചെറു ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി. അമ്മ എന്തിനാ അപ്പച്ചിയോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? അതുകൊണ്ടല്ലേ? അർജുൻ പറഞ്ഞു തുടങ്ങിയതും ഗായത്രിയുടെ രൂക്ഷമായ നോട്ടം അവന്റെ നേർക്ക് ചെന്നു. ലോകത്തുള്ള സകല പെണ്ണുങ്ങളുമായിട്ട് പ്രേമം, അതും പോരാഞ്ഞിട്ട് ചേ, മാളിലൊക്കെ ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലത്ത് വെച്ച് നിനക്ക് ഇത്രയും നാണമില്ലാണ്ടായിപ്പോയോ അർജുൻ? അതുകൊള്ളാം. അമ്മ വസുദേപ്പച്ചിയെ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ അവൾ മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോ ആ ദേഷ്യം എന്നോട് കാണിക്കുന്നതാണ്. ദേഷ്യമല്ല, നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അല്ലെങ്കിൽ ശബരിയേട്ടൻ പറയുന്നത് തന്നെയാ ശരി. ആയ കാലത്ത് നിന്നെ ഒന്നും തല്ലി വളർത്തിയില്ല. ഇപ്പൊ തോന്നിവാസം കാണിച്ചു തുടങ്ങിയപ്പോഴാണെങ്കിലോ പല്ലം പറ്റാത്ത പ്രായവും. നീയൊക്കെ എന്താണെന്ന് വെച്ചാൽ കാണിക്കും. അതും പറഞ്ഞുകൊണ്ട് ഗായത്രി അകത്തേക്ക് കയറിപ്പോയി. അർജുനും ആവണിയോ ആലോചനയോടെ തന്നെ അവിടെ നിന്നു. ഇനി എന്ത് ചെയ്യും അർജുൻ? ആലോചനയോടെ ആവണി അർജുനോട് ചോദിച്ചു. ഏട്ടൻ ഓരോന്ന് ഒപ്പിച്ചു വെക്കുന്നത് പോരാ, ഇത്രയും നേരം ആരോഗ്യയുടെ മുമ്പിൽ തല കുനിക്കാതെ നിൽക്കുമായിരുന്നു. ഇനിയിപ്പോ അവൾ ആ വീഡിയോ മാൻവിയുടെ വീട്ടുകാരെ വല്ലതും കാണിച്ചാൽ എന്ത് ചെയ്യും? ഏട്ടന്റെ കാര്യം മാത്രമല്ല, എന്റെ കാര്യം കൂടിയാണ് ഇല്ലാതായി പോകുന്നത്. മാനവിന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാനും നാണം കെടില്ലേ? എങ്ങനെയെങ്കിലും പോയി അമ്മയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ആ വസുദേപ്പച്ചോട് മാപ്പ് പറയാൻ പറ. അതാവുമ്പോ ഇതൊക്കെ ഇവിടം കൊണ്ട് തീരും. അതല്ലെങ്കിൽ ഒന്നാമത് ഏട്ടൻ പറ്റിച്ചതിന്റെ വിഷമത്തിലിരിക്കും അവൾ. അവൾ പറഞ്ഞതുപോലെ ഞാനും ചെയ്തു കളഞ്ഞാൽ പിന്നെ ഏട്ടന് മാൻവിയെന്നല്ല കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ആവണി കൂടി പറഞ്ഞതോടെ അർജുനാകെ ആശയക്കുഴപ്പത്തിലായി. പിന്നീട് മറ്റൊന്നും ചിന്തിക്കാതെ അവൻ നേരെ ഗായത്രിയുടെ പിന്നാലെ തന്നെ അകത്തേക്ക് കയറി. റൂമിലെ ബെഡിൽ അമർഷത്തോടെ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുവാണ് ഗായത്രി. ഇക്കാര്യത്തിൽ മാത്രം ആരോഗ്യയോട് എതിർത്ത് നിൽക്കാനാവില്ല. ചിലപ്പോൾ അവൾ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു കളയും. അതേസമയം തന്നെയാണ് അർജുൻ മുറിയിലേക്ക് വന്നത്. അമ്മേ, അല്പം പേടിയോടെയാണ് അവൻ ഗായത്രിയെ വിളിച്ചത്. തിരിച്ചു മറുപടിയൊന്നും പറഞ്ഞില്ല ഗായത്രി. പക്ഷെ അവനെ ഒരു നോട്ടം നോക്കി. ആ നോട്ടത്തിൽ പതറിപ്പോയി അർജുൻ. ഗായത്രി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോയി വാതിലടച്ച് ഡോർ ലോക്ക് ചെയ്തു. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഗായത്രിയുടെ പിന്നാലെ ചെന്ന് അവളോട് എന്തോ പറയാൻ തുടങ്ങിയതും ഗായത്രിയുടെ കയ്യ് അർജുന്റെ കവിളിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. അടി കിട്ടിയ കവിൾത്തടം പുകഞ്ഞു പോകും പോലെ അവന് തോന്നി. ഗായത്രിയുടെ കണ്ണുകൾ ദേഷ്യത്തിലും വെറുപ്പിലും അവനെ നോക്കി. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ശബരിയേട്ടനായിരുന്നു ശരിയെന്ന്. അവർ പിന്നെയും ആവർത്തിച്ചു. അമ്മേ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അമ്മ, ദേവി ഇത് വസുദേപ്പച്ചോട് മാപ്പ് പറ. അത് മാത്രമേ ഉള്ളൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ ഈ വിവാഹം മുടങ്ങും. വിവാഹം മുടങ്ങുമെന്ന് കേട്ടതോടെ ഗായത്രി വീണ്ടും കലിയോടെ അർജുനെ നേർക്ക് നോക്കി. ഇനി അമ്മ എന്നെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. പറ്റിപ്പോയി, എന്ത് ചെയ്യാനൊക്കും. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഛേ, അതും പറഞ്ഞുകൊണ്ട് ഗായത്രി മുഖം വെട്ടിച്ചു. എന്നാലും ആ വസുതയോട് ഞാൻ മാപ്പ് പറയുക എന്നൊക്കെ പറഞ്ഞാല് നോക്കമ്മേ, അമ്മ മാപ്പ് പറഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ മാത്രമേ കേൾക്കൂ. അതല്ല, ആ ആരോഗ്യങ്ങാനും ആ വീഡിയോ പുറത്തുവിട്ടാൽ ഒന്ന് ഓർത്തു നോക്കിക്കേ.
നാട് മുഴുവൻ അറിയും. അർജുൻ ആശങ്കയോടെ ഗായത്രിയെ നോക്കി. ഓരോ തോന്നിവാസം കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ നിന്ന് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഓർക്കണമായിരുന്നു. അതല്ല, നിനക്ക് അത്രയ്ക്ക് മുട്ടി നിൽക്കുമായിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയി റൂം എടുക്കണമായിരുന്നു. ഇതിപ്പോ എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ, നീ ചെല്ല്. ഗായത്രി അത് പറഞ്ഞതും അർജുൻ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ആവണി വെപ്രാളത്തോടെ മുറിയുടെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്തായി ചേട്ടാ, അമ്മ എന്തു പറഞ്ഞു? ആ, അമ്മയൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൂടി കേട്ടതോടെ ആവണിയിൽ നിന്നും ഒരു നെടുവീർ പുതിർന്നു. അർജുൻ ഒന്നും പറയാതെ നേരെ മുകളിലെ മുറിയിലേക്ക് പോയി. ആരോഗ്യ റൂമിലേക്ക് ചെല്ലുമ്പോൾ വസുധ അതേ കിടപ്പ് തന്നെയായിരുന്നു. അവൾ പതിയെ ചെന്ന് വസുധയ്ക്ക് അടുത്തേക്കിരുന്നു. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. മാക്സിമം അർജുൻ്റെ കല്യാണം, അതിനുശേഷം എന്തായാലും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയിരിക്കും. അതുവരെ നിൽക്കണമെന്ന് ആരോഹി ഞാൻ ആലോചിക്കുന്നത്. നിന്നെ കൊണ്ട് അതൊക്കെ പറ്റുമോ? ഗായത്രി അടുത്തിയുടെയും ആവണിയുടെയും കുത്തുവാക്കും കളിയാക്കലും ഒക്കെ കേട്ട് വസുധ പറഞ്ഞ് പൂർത്തിയാകാനാകാതെ വിഷമിപ്പിച്ചു. തൽക്കാലം അമ്മ എന്നിയോർത്തൊന്നും വിഷമിക്കണ്ട. എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവനെപ്പോലെ നാട് നീളെ പെണ്ണു പിടിച്ചു നടക്കുന്ന. പറയാൻ തന്നെ എനിക്ക് അറപ്പാകുന്നു. പാതി പറഞ്ഞു നിർത്തിയിട്ട് ആരോഗ്യം പറയുകയാണ്. അങ്ങനെയുള്ള ഒരുത്തൻ ലൈഫിൽ നിന്ന് പോയതിൽ ഞാൻ എന്തിനമ്മ വിഷമിക്കുന്നത്? 100% ഞാൻ ഹാപ്പിയാണ്. നോക്ക്, ഞാൻ അമ്മയോട് കള്ളം പറയുന്നതല്ല, സത്യമായിട്ട് മനസ്സിൽ തട്ടി പറയുന്നതാണ്. അർജുനന്റെ ജീവിതത്തിൽ നിന്ന് പോയതിൽ എനിക്കൊരു തരി സങ്കടം പോലുമില്ല. ആരോഗ്യ വസ്തുയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു ആരോഗ്യ അത് പറഞ്ഞത്. വസുധ ഒരു ചിരിയോടെ അവളെ നോക്കി. ഇപ്പോ നമ്മൾ ധൃതി വെച്ച് ഇവിടുന്ന് പോയാലാണ് അവർ കൂടുതൽ നമ്മളെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. അതേസമയം അർജുന്റെ വിവാഹം വരെ അന്തസ്സോടെ അവരുടെ മുമ്പിൽ തല ഉയർത്തി നിന്ന ശേഷം വിവാഹം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. മുത്തച്ഛനപ്പം സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്തേലും കാരണം പറഞ്ഞ് മുത്തച്ഛനെ സമ്മതിപ്പിച്ചോളാം. അതുപോരെ? ആരോഗ്യ ചോദിച്ചതും വസുധ അവൾക്ക് നേരെ നോക്കി തലയാട്ടി. സമയം പതിയെ മുന്നോട്ട് എഴിഞ്ഞുകൊണ്ടേയിരുന്നു. അർജുനുമായുള്ള പ്രശ്നത്തിന് ശേഷം ആരോഗ്യ കൂടുതൽ സമയവും മുറിക്കകത്ത് തന്നെയാണ് ചിലവഴിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവൾക്കതിന് പ്രത്യേകിച്ച് ഉത്തരവില്ല. എന്തോ മുമ്പ് ഒരുമിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു വല്ലായ്മ പോലെ. വസുധയ്ക്കും അത് മനസ്സിലായിരുന്നു. പക്ഷെ അവളോട് അതേപ്പറ്റിയൊന്നും കൂടുതൽ ചോദിക്കാനും നിന്നില്ല. എത്ര മറന്നു എന്ന് പറഞ്ഞാലും എത്ര വിഷമമില്ലെന്ന് പറഞ്ഞാലും ഓർമ്മകൾക്ക് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ അല്പം നേരം കൊടുക്കണമല്ലോ. വസുധ ഓർത്തു. ഏകദേശം 7-7:30 ആകാറായപ്പോഴേക്കും എല്ലാവരും ആഹാരം കഴിക്കാനായി ഡൈനിങ് ടേബിളിലേക്ക് എത്തിത്തുടങ്ങി. വസുധയും ആരോഗ്യയും അപ്പോഴും മുറിയിൽ തന്നെയായിരുന്നു. എന്നത്തെയും പോലെ ഇന്ന് ആരോഗ്യ വിളക്ക് വയ്ക്കാനും താഴേക്ക് പോയിരുന്നില്ല. അമ്മേ, വാ ആഹാരം കഴിക്കാം. ആരോഗ്യ എന്നുമില്ലാത്ത ഉത്സാഹത്തോടെയാണ് വസുധയെ വിളിച്ചത്. ഒരിത്തിരി നേരം അവളുടെ ആ നിറച്ചിരിയിലേക്ക് നോക്കി നിന്നു വസുധ. പിന്നെ പതിയെ കിടന്നെടുത്തു നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആരോഗ്യക്കൊപ്പം താഴേക്ക് നടന്നു. ആരോഗ്യയുടെ കണ്ണുകൾ അവിടെ ആകമാനം ഗായത്രിയെ പരതി. അപ്പോഴാണ് അടുക്കളയിൽ നിന്നൊരു പാത്രത്തിൽ എന്തോ കറിയോ മറ്റോ ആയിട്ട് ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് ഗായത്രി എത്തിയത്. ആരോഗ്യ കണ്ടതും അവരുടെ കണ്ണിൽ വെറുപ്പ് നിറഞ്ഞു. പക്ഷെ ആരോഗ്യ അതൊന്നും കാര്യമാക്കാനേ പോയില്ല. അവൾ സ്ഥിരവിരിക്കുന്ന കസേരയിലേക്ക് ചെന്നിരുന്നു. ഓരോരുത്തരായി ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ഹാളിൽ വന്നു തുടങ്ങിയതേ ഉള്ളൂ. ആരോഗ്യ ഗായത്രിയെ കണ്ണു കാണിച്ചു. അതുകൂടി ആയതോടെ ഗായത്രിയുടെ കടപ്പലിഞ്ഞെരിഞ്ഞു. അടുക്കളയിലേക്ക് പോയി വെള്ളം നിറച്ച ജഗ്ഗുമായി ഡൈനിങ് ഹാളിലേക്ക് വന്ന വസുധയെ ഗായത്രി അവിടെ പിടിച്ചു നിർത്തി. വസുധേ, ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് സോറി. നീ എന്നോട് ക്ഷമിക്കണം. ആരെയും നോക്കാതെ ഗായത്രി പതിയെ ശബ്ദമടക്കി പറഞ്ഞു. ആരും അത് കേട്ടത് കൂടിയില്ലായിരുന്നു. പെട്ടെന്ന് വസുധ ഇതെന്തൊരു പാടാപ്പ എന്ന മട്ടിൽ ഗായത്രിയെ നോക്കി. കാരണം ഗായത്രിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ മാന്യതയുള്ള പെരുമാറ്റമൊന്നും വസുധ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്താ പച്ചി, എന്താ കാര്യം? എന്താ അമ്മേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പച്ചി എന്തിനാ അമ്മയോട് മാപ്പ് പറഞ്ഞത്? പെട്ടെന്ന് ഒന്നും അറിയാത്തതുപോലെ ആരോഗ്യ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് വന്നു. ആവണിയും അർജുനും ദേഷ്യത്തോടെ ആരോഗ്യയെ നോക്കി. ആവണിയാണെങ്കിൽ എന്തോ പറയാനായി ആരോഗ്യക്ക് അടുത്തേക്ക് വന്നതും അർജുൻ അവളെ പിടിച്ച് അവിടെ നിർത്തി. ശേഷം തല വിലങ്ങനെയാട്ടി. ഒന്നും പറയരുത് എന്നെ അർത്ഥത്തിൽ. അത് പിന്നെ ഗായത്രി നിന്നു പരി. പറയാം, എന്തിനാണിപ്പോ എൻ്റെ അമ്മയോട് ക്ഷമ പറഞ്ഞത്? അല്പം ഉറക്കെ ആരോഗ്യ ചോദിച്ചതും എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി. അത് പിന്നെ ആരോഹി, ഞാൻ ഇന്ന് നിന്റെ അമ്മയോട് നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ പോകുന്നതിനെ പറ്റി സംസാരിച്ചു. അത് വസുതയ്ക്ക് അല്പം വിഷമമായും തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്ഷമ
ഗായത്രി അത് പറഞ്ഞു നിർത്തിയതും ആരോഹിയുടെ മുഖത്തൊരു വിജയ ചിരി വിടർന്നു. ആരോഹിയുടെ ആ ചിരിയും ഗായത്രിയുടെ നിൽപ്പും എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ വസുതയ്ക്ക് മനസ്സിലായി ഇതിൽ ആരോഹിക്ക് എന്തോ പങ്കുണ്ടെന്ന്. അവരുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞെങ്കിലും ഗായത്രി അല്പം രൂക്ഷമായി തന്നെ വസുത നോക്കി. എടത്തി, തൽക്കാലം നിങ്ങൾ പറഞ്ഞതിനോടൊന്നും ക്ഷമിച്ചു തരാൻ എനിക്കൊരിക്കലും പറ്റില്ല. എന്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നതിനെയാണ് ഏടത്തി ചോദ്യം ചെയ്യാൻ വരികയും വേണ്ട. പിന്നെ ഏടത്തിക്ക് ഒരു കാര്യം, അച്ഛൻ മാറി താമസിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഞാനും എൻ്റെ മകളും ഭർത്താവും ഇപ്പോഴും ഇവിടെ കഴിയുന്നത്. അതുകൊണ്ട് ഇനി മേലിൽ ഇങ്ങനെയൊരു വർത്തമാനം ഏടത്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയരുത്. വസ്തു താക്കിയതുപോലെ പറഞ്ഞപ്പോ ഗായത്രിക്ക് താൻ ആകെ നാണം കെട്ടു പോയതുപോലെ തോന്നി. ആഹാരം പോലും കഴിക്കാതെ ഗായത്രി നേരെ റൂമിലേക്ക് പോയി. ആരും അവരെ വിളിക്കാനൊന്നും പോയില്ല. അർജുനും ആവണിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയെങ്കിലും പതിയെ അവരും ഭക്ഷണം കഴിക്കാനിരുന്നു. തുടരും.